ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇല്ല ഞാൻ അത് നോക്കിയില്ല. ഞാൻ ലാസ്റ്റ് ഉള്ളവരുടെ തന്റെ തോറുള്ള വർക്ക് ഏതോ ഒരു പയ്യന്റെ കൂടെയുള്ള റീൽസും കണ്ടു. വേറെ വയനാട് എവിടെയൊക്കെയാണ് പറയുന്നുണ്ടോ? മനോരമ ചാനലിൽ എന്റെ എന്താണ് വീഡിയോയിൽ ഇന്റർവ്യൂകൾ പറയുന്നത് ഇടയ്ക്ക് 4 മാസത്തോളം വീഡിയോ ചെയ്യാൻ പറ്റും. ഈ 4 മാസം അവളെ എവിടെ പോയി? ഈ 4 മാസം അവള് വിശേഷമായിട്ട് കളഞ്ഞിട്ട് വീട്ടില് റെസ്റ്റ് എടുത്തിട്ട് കിടക്കുകയാണുള്ളത്. ഭർത്താവ് മരിച്ച ഒരു പെണ്ണിന് എവിടെന്നാ വിശേഷമാകുക താത്ത? ദിവ്യ ഗർഭോ? ഇന്നലെ ഞാൻ ഷാജിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു റൂമർ ഷാജിനെ പറ്റി ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം, ഷാജിദ തനിക്ക് നേരെ വന്ന ആരോപണങ്ങൾക്കെതിരെ ഷാജിദയുടെ നാത്തൂന്റെ വോയിസ് ആണിത്. അപ്പം ഇങ്ങോട്ട് നാത്തൂൻ എത്ര ശക്തിക്കാണോ ഷാജിദയ്ക്ക് നേരെ അമ്പ് ചെയ്തിട്ടുള്ളത്, അതേ സ്ട്രോങ്ങിൽ തന്നെ ഷാജിദ ഇതിന് മറുപടിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് റിയാക്ഷൻ ചാനലുകൾ തന്നെ ഈ ഷാജിക്ക് നേരെ ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് വന്നതിനെ തുടർന്ന് ഒരുപാട് ആൾക്കാർ ഷാജിദിനെ ഹറാസ് ചെയ്യുന്നതും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തോന്നി. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഇത് തീർത്തും വ്യക്തിപരമായിട്ടുള്ള അവരുടെ കുടുംബകാര്യമാണ് അല്ലെ. ഷാജിദയ്ക്ക് ലൈഫിൽ അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് 100% അവരുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ് അല്ലെ. അതൊന്നും ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട യാതൊരു വിധ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിൽ ശരിക്കും തെറ്റുകാരാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു യൂട്യൂബറാണ് ഈ സാഹചര്യം മുതലെടുത്ത് ഷാജിദന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ ഓഫ് കോഴ്സ് നമ്മളൊരു പ്രശ്നം ഉണ്ടായി നിൽക്കുന്ന സമയത്ത് ഓൾറെഡി എല്ലാവർക്കും അറിയാം, ഷാജിദന്റെ വീഡിയോ കൂടി തന്നെ എല്ലാവർക്കും അറിയാം, ഷാജിദ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് നല്ലൊരു ബന്ധത്തിലല്ലാന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ആ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ഒരു യൂട്യൂബർ, ഷഫീന ബീവി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ആണെന്ന് തോന്നുന്നു, ഈ ഒരു ഷാജിദയുടെ നാത്തൂന്റെ വീട്ടുകാരെ വിളിക്കുകയും ഈ നാത്തൂൻ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയായിരിക്കുന്ന സമയത്ത് എന്തായാലും ഷാജിദനെ പറ്റി നല്ല ഒന്നും പറയാൻ പോകുന്നില്ല. അത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ അല്ലെ. നാത്തൂനുമായിട്ട് സംസാരിക്കുന്ന കോൾ റെക്കോർഡ് ഇനി നാത്തൂൻ അറിഞ്ഞിട്ടാണോ, ഇനി നാത്തൂന്റെ പെർമിഷൻ ഇല്ലാതെയാണോ ഈ ഷഫീന ബീവി ഇതൊന്നും റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടത് എന്നറിയില്ല. എന്ത് തന്നെയായാലും ശുദ്ധ തെമ്മാടിത്തരം, തെണ്ടിത്തരം, പോക്കൃത്തരം എന്ത് വേണമെങ്കിലും ഈ ഒരു പ്രവൃത്തിനെ പേരിട്ട് വിളിക്കാവുന്നതാണ്. ശരിക്കും ഭയങ്കര മോശമാണ് ചെയ്തത്. കാരണം അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നിങ്ങൾക്കിപ്പോൾ അറിയണമെങ്കിൽ തന്നെ, നിങ്ങൾക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം തന്നെ നിങ്ങൾ വിളിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ആ ഒരു കോൾ റെക്കോർഡാക്കി അത് അറിഞ്ഞോ, വിത്ത് പെർമിഷൻ ആണെങ്കിലും വിത്തൗട്ട് പെർമിഷൻ ആണെങ്കിലും അത് ലീക്ക് ആക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരിക്കലും ഷാജിദ എന്ന വ്യക്തിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പുള്ളിക്കാരത്തിക്ക് നല്ല രീതിയിൽ അഹങ്കാരം തലക്കി പിടിച്ചിട്ടുണ്ടെന്ന് പല വീഡിയോസിലൂടെയും വ്യക്തമാണ്. അതൊക്കെ പോട്ടെ, അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ. അവർക്ക് 4 മക്കളില്ലേ, 4 5 ആണെന്ന് തോന്നുന്നു, 5 മക്കൾ എങ്ങാനുണ്ട്, കുഞ്ഞു മക്കളാണ്, എല്ലാവരും സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അപ്പൊ അവർക്ക് നാളെ സമൂഹത്തിന്റെ മുന്നിലൊന്നും ഇറങ്ങി നടക്കണ്ടേ? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിക്കേ. ഈ പ്രവർത്തികൾ ചെയ്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും സ്കൂളിലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത്? എന്ത് തന്നെയാലും വളരെ മോശമായി പോയി. ഈ ഷഫീന ബീവിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ, പുള്ളിക്കാർ ഇതുപോലെ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ അടിവേര് വരെ പൊക്കിക്കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എല്ലാവരെയും അങ്ങോട്ട് ഹരാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഷഫീന ബീവിയുടെ മൈൻഡ് എന്നാണ് പല പ്രവർത്തികളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയാലും വളരെ മോശമാണ്, ചീപ്പായിട്ടുള്ള ഒരു പ്രവൃത്തിയായിപ്പോയി. ഷഫീന ബീവിയുടെ ചാനലിൽ കൂടി ഈ ഒരു വോയിസും കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതോ ഒരു സിയാസ് വ്ലോഗോ അങ്ങനെ എന്തോ ഒരു വ്ലോഗിൽ കൂടിയാണ് ഈ ഒരു വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ളത്. ഇവര് ഷഫീന ബീവിയുടെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിലെങ്ങാനും ഒരു ഷെയർ ചെയ്തിട്ട് അതുവഴി എങ്ങനെയോ ലീക്ക് ആയിട്ടുള്ള വോയിസ് ആണെന്നാണ് തോന്നുന്നത്. എന്തെന്നായാലും ശുദ്ധ ചെറ്റത്തരാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ നാത്തൂന്റെ വോയിസ് ഒക്കെ എന്തായാലും പുറത്തായ സ്ഥിതിക്ക് ഷാജി അവരുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് കണ്ടുനോക്കാം. ഗർഭം ഉണ്ടാക്കി തന്ന എന്റെ നാത്തൂനെ കുറിച്ച് എനിക്ക് കുറച്ച് വാക്കുകൾ പറയാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്റെ നാത്തൂൻ എനിക്കിപ്പോ ദിവ്യ ഗർഭം ഉണ്ടാക്കി തന്നല്ലോ. 4 മാസം ഷാജിദ എവിടെ ആയിരുന്നു, 4 മാസം ഷാജിദക്ക് ഗർഭിണിയായിട്ട് കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. എന്റെ നാത്തൂനായ ഇക്കാന്റെ പെങ്ങളായ റംല, അവളുടെ താമസ സ്ഥലം മാത്തൂരാണ്. ഇതിന് ഞാൻ നിയമപരമായിട്ട് നേരിടാൻ പോവാണ്. ഇതില് ആരൊക്കെ എന്തൊക്കെയോ എന്നെ കുറിച്ച് ആരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അവരുടെ ചാനല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക്
എവിടെ നിന്നാണ് ഗർഭമുണ്ടായത്? ഞാൻ 4 മാസം കടന്നത് ഈ പറയുന്ന എന്റെ ഇക്കാന്റെ ആൾക്കാര്, നിങ്ങൾക്ക് മറ്റേ ഈ ഇതില് വിശ്വാസം ഉണ്ടോന്ന് അറിയില്ല, എന്താ പറയാ സിഹിർ ഇങ്ങനെയുള്ള സംഭവങ്ങള്, അത് നബിക്ക് പോലും വലിച്ചിട്ടുണ്ടെന്ന്. അങ്ങനത്തെ സംഭവങ്ങള് എന്നെ ചെയ്ത് വെച്ചിട്ട് ഈ യൂട്യൂബും ബാക്കിയും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നോണ്ട് എനിക്ക് പൈസ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇക്കാന്റെ വീട്ടുകാര് എന്നെ ചെയ്ത് വെച്ചിട്ട് ഞാൻ 4 മാസം മിണ്ടാണ്ട് മുക്കില് ഫോൺ പോലും തൊടാണ്ടിരുന്നവളാണ് ഞാന്. അല്ലാണ്ട് 4 മാസം ഞാൻ ഗർഭിണിയായിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയ ഹോസ്പിറ്റല്. ഓക്കെ, ഞാൻ ഇത്ര കേൾപ്പിക്കുന്നുള്ളത് ഒരുപാടുണ്ട് കേട്ടോ. ശരിക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൂടെ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി എറിയുന്നത്. നാത്തൂന് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഒരു വീഡിയോയിൽ ഷാജിദന്റെ ഭാഗത്തുനിന്നും വലിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഈ നാത്തൂന്റെ മോൾ എനിക്ക് തോന്നുന്നു കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സെറ്റിൽ ആയിട്ടുള്ള കുട്ടിയാണ്. ആ കുട്ടീന്റെ പഴയ പാസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനെയും ഈ ഷാജിദ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനാണ് നിങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ കുത്തിപ്പറിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ആരും നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചെയ്യാൻ വേണ്ടി വരുന്നില്ല. ചില ആൾക്കാരെ ഒഴിച്ച് 95% റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും നിങ്ങളുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കി ചിള്ളി ചെയ്യാൻ ആരും വരുന്നില്ല. ചില ആൾക്കാരെ ഒഴിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇതുപോലൊരു കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിട്ട് ആഘോഷിക്കും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ചിലവർ സപ്പോർട്ട് ചെയ്യും, ചിലവർ സപ്പോർട്ട് ചെയ്യാതിരിക്കും. ഓരോരുത്തരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും അവനവന്റെ വീഡിയോസിലൂടെ പറയുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, അതുപോലെ പലരും പല അഭിപ്രായങ്ങളായിരിക്കും പറയാ. പിന്നെ ഈ ഒരു കാര്യത്തിൽ തുറന്നു പറയുകയാണെങ്കിൽ, എന്തൊക്കെ പറയുകയാണെങ്കിലും അവരൊരു സ്ത്രീയാണ് അല്ലെ, ആ ഒരു പരിഗണനയെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ അവർക്ക് കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്കും ജീവിക്കണ്ടേ. സോഷ്യൽ മീഡിയ ഒക്കെ ഒരിക്കലും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അവർക്ക് 5 മക്കളാണുള്ളത്, ആ മക്കളെ സ്കൂളിൽ വിടണം, അവരുടെ ബാക്കി ചെലവുകളൊക്കെ ഉണ്ട്. അവർക്കും സമൂഹത്തിൽ ജീവിക്കണം, മക്കൾക്ക് സ്കൂളിൽ പോകണം, പബ്ലിക്കിൽ ഇറങ്ങി നടക്കണം, എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുത്ത് ഈ ഒരു കാര്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത്. ഇനി സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, ഓൾമോസ്റ്റ് എല്ലായിടത്തും എത്തി. ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഷാജിയുടെ ദിവ്യ ഗർഭം എന്ന് പറഞ്ഞിട്ടാണ് ഫുള്ള് തമ്പനയിൽ വെച്ചിട്ടാണ് എല്ലാ വീഡിയോയും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി അറിയാൻ ആരും ബാക്കി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ, ഈ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ വന്ന സമയത്ത് പറഞ്ഞ പോലെ പേഴ്സണൽ കുടുംബ കാര്യങ്ങളൊക്കെ, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഗതി. പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാത്തൂനും കൂടി ചെളിവാരി കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ച് ആൾക്കാർ കാണും, കണ്ട് രസിക്കും. കുറച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എന്നെ പോലെയുള്ള ആൾക്കാർക്ക് കുറച്ച് ദിവസത്തേക്ക് ഒരു കണ്ടന്റ് കിട്ടും. അതല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഒരു നഷ്ടവും സംഭവിക്കില്ല, നിങ്ങൾക്ക് മാത്രമായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. നാത്തൂൻ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നാത്തൂനും ഒന്ന് ചിന്തിച്ച് നോക്കുക, എന്തിനായിരുന്നു? നിങ്ങളും വടി കൊടുത്ത് അടി മേടിച്ചൊരു പ്രതീതിയല്ലേ ഉള്ളത്. നിങ്ങളുടെ മകളുടെ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞു. ഇതാണ് പറയുന്നത്. പേഴ്സണൽ മാറ്റേഴ്സ് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാതിരിക്കുക മാക്സിമം. അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.